ചിറ്റപ്പിനത് എങ്ങോട്ടാ? ഇനി നാം ഇവിടെ നിന്നാൽ ശരിയാവില്ല മക്കളെ. ഈ വീട്ടിൽ ഇങ്ങനെ ഒരു നാറ്റക്കസ് നടന്നിരിക്കുമ്പോ ചിറ്റപ്പൻ പോയാലെങ്ങനെ? അതുകൊണ്ട് തന്നെയാണ് നാം പോകുന്നത്. അണ്ണൻ അത് നിഷേധിച്ച സ്ഥിതിക്ക് ആ പാപം ഇനി ആരുടെ തലയിലും വീഴാം. നമ്മുടെ ഈ വസതിയിലെ കർമ്മം അവസാനിച്ചിരിക്കുന്നു. നാം പോകുന്നു. മംഗളം ഭവന്തു. അയ്യോ ചിറ്റപ്പൻ, ഞാൻ പറയുന്നത് എല്ലാം കൂടി എന്നെ വല്ലവനെയും കൊച്ചിനെ തന്തയാക്കിയ സമാധാനമുള്ളൂ അല്ലേ? ഞാനില്ല. നാം ഹരിദ്വാരത്തിലേക്ക് പോകുന്നു. ആരും ഒരു ദ്വാരത്തിലേക്കും പോകുന്നില്ല. എന്നാ ഇതിലെ കല്ലും നെല്ലും തിരിഞ്ഞിട്ട് മതി യാത്ര. അത് മതിയോ? ആ മതി. കല്ലും നെല്ലും തിരിച്ച് നേരം കളയാതെ നാട്ടുകാരറിയുന്നതിന് മുമ്പ് എന്തെങ്കിലും കൊടുത്ത് കാര്യം ഒതുക്കുന്നതല്ലേ ഭംഗി? അത് ഞാൻ തീരുമാനിച്ചോളാം. സ്വാമി ഭാണ്ഡാകത്തോണ്ട് വെച്ചാട്ടെ. ഭാണ്ഡം വെക്കണം. സന്യാസിയാണെന്ന് ഞാൻ നോക്കൂല. അകത്ത് കയറി പോ സ്വാമി. അങ്ങനെ ഹരിദ്വാരം ചീറ്റി. നിങ്ങളും ഈ അതിർത്തി വിട്ടെങ്ങും പോകാൻ പാടില്ല. വക്കീലും ഈ പരിസരത്തൊക്കെ തന്നെ കാണണം. കുടുംബത്തിന്റെ മാനം കളയാണ്ടായ ദ്രോഹി. നീ നാടകസമിതിയെ കഴിവതിയാക്കി ഇങ്ങോട്ട് വന്ന് ഇതിനാണോടി? വേണ്ടാതേനെ ഒപ്പിച്ചു വെച്ച് കിടന്ന് മോങ്ങുന്നത് കണ്ടില്ലേ? നാക്കെടുത്ത് എന്തെങ്കിലും പറയടി. വേണ്ടേ എന്റെ വിധമാരാ ചോദിച്ചതിന് സമാധാനം പറയടി. എന്റെ ജീവിതത്തിൽ ഇങ്ങനെ മനസ്സമാധാനമൊക്കെ ഉണ്ടായിട്ടില്ല. എനിക്ക് താൻ തന്നെ എന്റെ ആള്. എന്റെ മോളെ പഠിപ്പിച്ചൊരു മൂലയിൽ ഇരുത്തിയിട്ട് നിങ്ങൾ ഉലാത്തുവാണ് അല്ലേ? അവള് പറഞ്ഞോ മോനെ പഠിപ്പിച്ചതെന്ന്? തെലുങ്കിലാണ് പറഞ്ഞെങ്കിലും അവളുടെ മുഖഭാവത്തിൽ എനിക്ക് മനസ്സിലായി. ഇയാള് തന്നെയാണ് അവളെ ചതിച്ചത്. അപ്പൊ ചേച്ചിക്കും തെലുങ്ക് അറിയത്തില്ലേ? അതെങ്ങനെയാ? 8 വർഷം ഒരു തെലുങ്കിന്റെ കൂടെ താമസിച്ചിട്ടും എനിക്കത് പറ്റിയിട്ടില്ല. ആ 8 വർഷത്തിന്റെ 4 തവണയല്ലേ ഞാൻ ആ മനുഷ്യനെ കണ്ടിട്ടുള്ളൂ. എന്നാ പിന്നെ തെലുങ്ക് അറിയാവുന്ന ആരെങ്കിലും ഒരാളെ വിളിച്ച് ആ പെണ്ണിന്റെ വയറ്റിൽ കിടക്കുന്ന കൊച്ചിന്റെ തന്ത ആരാണെന്ന് ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാൻ എന്റെ വക്കീലെ. അങ്ങനെ ആരെയും വിളിക്കുകയും വരുത്തുവൊന്നും വേണ്ട. നിങ്ങളാണ് ഇതിന് സമാധാനം പറയേണ്ടത്. എടോ യൂത്തിലി, താൻ എന്റെ വീട്ടിൽ വന്ന് അട്ടിപ്പേറ് കടന്ന് ചെല്ലടോ ഞാൻ അവളെ പറഞ്ഞു വിട്ടത്. വേറെ ഒരു അപകടം ഉണ്ടാകത്തില്ലെന്ന് താൻ വാക്ക് വന്നല്ലടോ. ഇവിടെ ഉള്ളവർക്ക് എന്നെ പോലെ വികാരം നിയന്ത്രിക്കാൻ കഴിവില്ല എന്ന് ഞാൻ അറിഞ്ഞില്ല ചേച്ചി. ഓ, എന്റെ പെങ്ങളെ ബോധമുള്ളപ്പോ എനിക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ടില്ല. അത് ഉറപ്പാ. ആഹാ, അപ്പൊ നിങ്ങൾ വെണ്ണോടിക്കും അല്ലേ? എന്റെ ദൈവമേ. അച്ഛാ, 4 ആൾ അറിയുന്നതിന് മുമ്പ് ഇതെങ്ങനെങ്കിലും ഒതുക്കി തീർക്ക്. അതിനിവിടെ എന്ത് സംഭവിച്ചു? ഇതെന്റെ സ്വന്തം കാര്യ എന്ന് പറഞ്ഞാലെങ്ങനെ? ഞങ്ങൾക്കും പുറത്തിറങ്ങി നടക്കണ്ട. ശാന്തി ശാന്തി. അണ്ണാ, നമ്മൾ സാധാരണ ചെയ്യാറുള്ളത് പോലെ എന്തെങ്കിലും സംതിങ് കൊടുത്ത് ഒതുക്കി വിട്. സാധാരണ ചെയ്യാറുള്ളത് പോലെയോ? അതെ. ഓഹോ, അപ്പൊ ഇവിടുത്തെ സ്ഥിരം പരിപാടിയാണിതല്ലേ? പെങ്ങളെ ഒരു മിനിറ്റ് വെച്ചെന്നാണ്ടല്ലോ. നീയൊക്കെ മര്യാദക്കിരുന്നെങ്കിൽ എനിക്ക് ഈ ഗതികേട് വരുമായിരുന്നില്ല. അകത്ത് പോകാം. ഇതിനുള്ള പോകുമ്പോഴും ഞാൻ തന്നെ കണ്ടോളാം. അതിനൊരൊറ്റ പോവഴിയുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ പറഞ്ഞു തുടങ്ങോട്ട്. ഒരു താലി മേടിച്ച് നിങ്ങൾ അവിടെ കഴിച്ചോട്ടം കിട്ടിയാ ഇപ്പൊ പ്രശ്നം കഴിഞ്ഞല്ലോ. നിന്നെ ഞാനൊന്ന് ഞെക്കി കൊന്നോട്ടെ. അല്ലെങ്കിൽ വേണ്ട. താലി കെട്ടാനോ ഈ ഞാനോ? പിന്നെ ഞാനോ? എനിക്ക് സൗകര്യമില്ല. കെട്ടിയില്ലെങ്കിലേ എന്റെ മോൻ എംപിച്ചെങ്കിൽ എത്തും. അവൻ വന്നാ പിന്നെ ഇവിടെ എന്താ നടക്കാൻ ദൈവത്തിന് പോലും അറിയില്ല. ആരാ എംപിച്ചി? അങ്ങനെ ഒരു പെശക ആങ്ങളാവക്കൊണ്ടെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ ഡീറ്റെയിൽസ് ഒന്നും എനിക്കറിയില്ല. എന്താ അറിയാത്തത്? നീയല്ലേ പുതിയ ചിറ്റമ്മയെ തലവാക്കി കൊടുത്തത്? എന്നാര് പറഞ്ഞു? മുതലാളിയുടെ ഭാര്യയായിട്ട് അഭിനയിക്കാൻ ഒരു നടിയെ കിട്ടുമോന്ന് വക്കീൽ എന്നോട് ചോദിച്ചു. ഒരു നാടകേജന്റിനോട് ചോദിച്ചപ്പോ ഇങ്ങനെ ഒറ്റ ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ ആ വക്കീലിനോട് പറയുകയും ചെയ്തു. എന്നെ പോലും അറിയിക്കാതെ ആ നാടകേജന്റിന്റെ അഡ്രസ്സും വാങ്ങി അവളെ തപ്പിപ്പോയതേ ആ ഉണക്ക വക്കീല. പിന്നെ അവൾക്കൊരു പെശക ആങ്ങളുണ്ടെന്ന് നീ എങ്ങനെ അറിഞ്ഞു? ചേടാ, നിങ്ങൾ എന്തിനാ എന്നെ ക്ലോസ് ചെയ്യണത്? വക്കീല് തന്ന അഡ്രസ്സും വെച്ച് അവളെ തലേ തപ്പിച്ചെന്നപ്പോ ഒരു മുറുക്കാളക്കാരൻ എന്നോട് പറഞ്ഞത് ഒരു കുത്തുകേസിലെ ശിക്ഷയും കഴിഞ്ഞ് ഇമ്പിച്ച് കഴിഞ്ഞ ആഴ്ച സെൻട്രൽ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെന്ന്. അയാൾ വന്ന് അച്ഛനെ കൊണ്ട് ബലമായിട്ട് അവളെ കെട്ടിച്ചാ പിന്നെ നമ്മളെന്തിനാ ജീവിച്ചിരിക്കുന്നത്? നിങ്ങൾ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? ഗർഭത്തിന്റെ ഉത്തരവാദിയെ തിരിച്ചറിയാൻ ഹൈദരാബാദിലൊരു ടെസ്റ്റ് ഉണ്ട്. അത് നടത്തിയാ പോരെ? എലീസ ടെസ്റ്റ്. എടാ, അത് എയ്ഡ്സിനുള്ള ടെസ്റ്റാണ്. അത് നടത്തിയാൽ ഇത് അറിയാം. എടാ മണ്ട, ഇത് ടെസ്റ്റ് വേറെയാ. DNA. അതിന് സമയമെടുക്കും. കുട്ടി ജനിക്കണം. അതുവരെ ഇമ്പിച്ച് ക്ഷമിക്കുമെന്ന് എനിക്ക് തോന്നണില്ല. നിന്റെ തന്ത എന്തിയാടാ? വീട്ടിലുണ്ട്. ആരാ മനസ്സിലായില്ല? ഇപ്പൊ ഞാൻ ഇമ്പിച്ചി. നാളെ മുതൽ നിന്റെ തന്തയുടെ അളിയൻ. ഹലോ, ഇങ്ങോട്ട് തന്നെയാണ് വരുന്നത്. വക്കീലേ, ഇമ്പിച്ച് ഇറങ്ങിയിട്ടുണ്ട്. ഇത്ര പെട്ടെന്നോ? ഒരു മുൻകൂർ ജാമ്യത്തിന് പോലും സമയമില്ലല്ലോ. എന്റെ ഈശ്വര. വരട്ടെ, അവന്റെ കൈക്ക് ഇത് ഒതുങ്ങും. ഈശ്വര,
ഏതായാലും ഹരിദ്വാരത്തിലേക്ക് പോകാനുള്ള സമയം കിട്ടുമെന്ന് തോന്നുന്നില്ല. ഇനിയിപ്പോ എന്താ ചെയ്യാ? തൽക്കാലം ഈ ദ്വാരത്തിലേക്ക് പോകാം. എല്ലാരും പേടിക്കുമ്പോൾ ഞാനായിട്ട് പേടിക്കാതിരിക്കുന്ന എന്തിനാ? ഇവിടെ വേണ്ട, ഇക്കിയാണ് സേഫ്. ഈശ്വരാ, കാത്തിരക്ഷിക്കണേ. ഞാൻ ആരാണെന്ന് മനസ്സിലായല്ലോ. മനസ്സിലായി. എന്താ ഉണ്ടായത്? സത്യം പറഞ്ഞോ. നിങ്ങളുടെ പെങ്ങൾക്ക് ചെറിയൊരു ഗർഭപ്രശ്നമുണ്ട്. ആരാണെന്ന് അവൾ തെലുങ്കിലേ പറയൂ. നിങ്ങൾക്ക് തെലുങ്ക് അറിയാമെങ്കിൽ അതൊന്ന് ചോദിച്ച് മനസ്സിലാക്കി. കളിയാക്കുകയാണോ? കവലനോട് ഇറങ്ങി ഒന്ന് അന്വേഷിച്ചു നോക്ക്. ഇമ്പിച്ചി ആരാണ് താൻ അറിയും. അതല്ലല്ലോ ഇപ്പൊ അറിയേണ്ടത്. ഇമ്പിച്ചി കാട്ടി എന്നെ പേടിപ്പിക്കരുത്. സംസാരിക്കാൻ മിടുക്കനാണല്ലേ? എനിക്ക് പ്രവർത്തിക്കാൻ അവിടേക്ക്. ഞാനിപ്പോ എന്തോ വേണം? എപ്പോ നടത്താം അത് പറ. എന്തോന്ന്? കല്യാണം. ഇത്രയും നാൾ ഇവിടെ നിന്നതിന്റെ പേരിൽ അവരുടെ കല്യാണം നടത്തുന്നതിന് വിരോധമില്ല. പക്ഷെ ചെറുക്കനെവിടെ? ചെറുക്കൻ ദേ. അതിന് ചെറുക്കനല്ലല്ലോ, മുതുക്കനല്ലേ? അതിന് പൊണ്ണെടുക്കുന്നിടത്ത് വെട്ടും കുത്തുമാണ് തൊഴിലെങ്കിലും ഞാനും ഇച്ചിരി അന്തസ്സുള്ളവനാ. ഒരു പോലീസുകാരനുമായിട്ട് അവളുടെ കല്യാണം ഉറപ്പിച്ചു വെച്ചതാ. പിഴച്ച പെങ്ങളെ ചുമക്കാൻ ഇനി ഇമ്പിച്ചേ കിട്ടില്ല. അവളും തള്ളയും ഇനി ഇവിടെ നിൽക്കും. പോക്രിയാണെങ്കിലും ഒരാങ്ങളുടെ ഉത്തരവാദിത്വം എന്താണെന്ന് എനിക്കറിയാം. മൊത്തം സ്വത്തിന്റെ 2/1 അവിടെയും കൊച്ചിന്റെയും പേരിൽ എഴുതി വെച്ചിട്ട് നിങ്ങളുടെ കല്യാണം. വക്കീലിനെ രജിസ്ട്രാറേയും കൂട്ടി ഞാൻ വരും. ഒരുങ്ങി നിന്നോ. അല്ല, എനിക്ക് അറിയാൻ വയ്യാഞ്ഞിട്ട് ചോദിക്കുക. വക്കീലിനെ ജയിച്ചാറും കൂട്ടിയിടേണ്ട കാര്യം എന്താ? ജയിച്ചാറ് മാത്രം പോരെ? വക്കീൽ ഓൾറെഡി ഇവിടെ ഉണ്ടല്ലോ. ഞാനെന്ന് കൊല്ലുവന്നു. അയ്യോ, എന്നെ എന്തിനാ എല്ലാരും പൊക്കി പൊക്കി എറിയണേ? അത് അറിഞ്ഞിട്ട് എന്റെ കാര്യം. എന്താ? എനിക്ക് മോളോട് തനിച്ചൊന്ന് സംസാരിക്കണം എന്നുണ്ട്. വിഷമൊന്നുമില്ലല്ലോ? അവിടവും കഴിഞ്ഞ അപ്പുറവും കഴിഞ്ഞു. ഇനി എന്താ നീ വിഷമം? ഉപകാരം ചെയ്യാൻ വന്ന നീ ഇങ്ങനെ ഒരു ഉപദ്രവമായി തീരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഒരു 2ാം കെട്ടിന് വിധിയുണ്ടെന്ന് ഗോവിന്ദനാശാൻ ജാതകത്തിൽ എഴുതിയപ്പോ അതിങ്ങനെ ഒരു മാരണമായി തീരുമെന്ന് ഞാൻ കരുതിയില്ല. നിന്റെ ആങ്ങള എന്നെ കൊണ്ട് കെട്ടിച്ചു പറഞ്ഞു. അതിനു മുമ്പ് എനിക്കൊരു കാര്യം അറിഞ്ഞാ കൊള്ളാം. എത്ര ആലോചിച്ചിട്ടും എനിക്ക് ഓർമ്മ കിട്ടണില്ല. നിനക്ക് ഓർമ്മയുണ്ടെങ്കിൽ പറ. ఆద్య రాత్రి లైట్ పోయిపో ఎంతైనా సంభవించావు. నన్ను వదిలేయండి, ఏమి అడగండి. ఒక అమ్మాయి ఎలా చెప్పేది? స్త్రీగా పుట్టిందే, ఇదంతా సహించాలి. ఒక గర్భసీని ఇక్కడ హింస పెట్టకండి. തെലുങ്കിൽ കരയാതെ നീ മലയാളത്തിൽ കരയടി. കോട്ടയം ബസ് സ്റ്റാൻഡിൽ നിന്ന് തുടങ്ങിയതാണ് എന്റെ ജീവിതം. പിടിച്ചുപറിക്കാരും പന്നിമലത്തുകാരുമായിരുന്നു എന്റെ സഹപാഠികൾ. പൂജപ്പുര സെൻട്രൽ ജയിലും വിയൂർ സെൻട്രൽ ജയിലും എനിക്ക് എന്റെ സ്വന്തം തറവാട് പോലെയായിരുന്നു. കയ്യാമം പൂമാലയായി കൊണ്ടു നടന്ന നാളുകൾ ഞാൻ ഇന്നും ഓർക്കുന്നു. നിന്നെപ്പോലൊരു ഭദ്രകാളിയെ വെട്ടിനുറുക്കി ഞാൻ വീണ്ടും ജയിലിൽ പോണോ? പറയടി, എടി പറയാൻ. കൊച്ചിണ്ടാക്കല്ലേ. വേണമെങ്കിൽ ഞാൻ നിന്റെ കാലി പിടിക്കാം. എന്നാ ഞാനൊരു സത്യം പറയട്ടെ. ആ പെരട്ട വക്കീൽ പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ഒരു നാടകം കളിച്ചത്. എന്നാലെങ്കിലും നീ സത്യം പറയുമെന്ന് ഞാൻ വിചാരിച്ചു. ഇതൊക്കെ പോട്ടെ, സത്യം പോട്ടെ. അന്ന് ലൈറ്റ് പോയിപ്പോ എന്തെങ്കിലും സംഭവിച്ചോ? അല്ല, കുഴപ്പമില്ല. ഗർഭണ്ടായ എന്താ? പെണ്ണുങ്ങളല്ലേ, ഗർഭണ്ടായ എന്താ കുഴപ്പം? കേട്ടല്ലോ. മര്യാദയെങ്കിൽ മര്യാദ, അല്ലെങ്കിൽ അവൾക്ക് കിട്ടിയതുപോലെ നിനക്കും കിട്ടും. ഇത് മറ്റവളോടും ഒന്ന് പറഞ്ഞേക്ക്. നമസ്കാരം, പരമാനന്ദ നായരാണ്. എനിക്കൊന്നുമില്ലേ, പിച്ചക്കാരൻ, എരപ്പാളി. എന്റെ രാമൻ നായർ മുതലാളിക്ക് എല്ലാം ഉണ്ട്. വലിയ ബംഗ്ലാവ്, കാറ്, ബസ്, ഹോട്ടല്, ബ്ലേഡ് കമ്പനി, ഇപ്പതേ ഒരു തെലുങ്ക് ഗർഭവും. ദൈവം ഉണ്ടടോ നക്കിയ നായരെ. അന്ന് താൻ എന്നെ ഇവിടെ നാട്ടിറക്കി. ഇന്ന് തന്നെ ആട്ടാൻ ദൈവം എനിക്കൊരു ഗർഭം തന്നു. ആനന്ദടോ കുരിശി തറച്ച വാരി നിൽക്കുന്നത്. തന്റെ കാറ്റ് പോയോ? തന്റെ കാറ്റ് കളയാൻ വേണ്ടി ചന്ദ്രമുക്കിലെ ഒരു ചാരായ ഷാപ്പ് മുഴുവൻ കയറ്റി വെച്ചാ വന്നത്. ആരായാലും അത്രയ്ക്ക് അങ്ങോട്ട് അഹങ്കരിക്കണടാ. കഞ്ഞി ജട്ടിയും ബിരിയാണിയും വിറ്റ് നടന്നാൽ എന്താടാ? ഗുണ്ടകൾ പിടിച്ച് കെട്ടിക്കേണ്ട ഗതികേടൊന്നും ഞങ്ങൾക്ക് വന്നിട്ടില്ലടാ എന്റെ രാവണ നായരെ. കല്യാണ സമയത്ത് മഞ്ഞപ്പത്രക്കാരെയും കൊണ്ട് ഞാൻ വരുന്നുണ്ട്.
NTR എന്ന തെണ്ടിയെ കുണ്ടകളെ പിടിച്ച് കുണ്ടൂരുകാരി പാർവതിയെ കൊണ്ട് കെട്ടിക്കുന്ന പടം പത്രത്തിന്റെ മുൻവശത്ത് ഞാൻ എന്റെ സ്വന്തം ചെലവിൽ അടുപ്പിക്കും. ഇനിയിപ്പൊ കരഞ്ഞോണ്ടൊന്നും കാര്യമില്ലടോ നായരെ. 4 പേരടുത്ത് പറഞ്ഞു തന്നെ നാറ്റിക്കാതെ എനിക്ക് ഉറക്കം വരത്തില്ലടോ നായർ നാറി നത്ത നക്കി. മോളെ നിനക്കിനി സ്വൈരമായിട്ട് ഇവിടെ കഴിയാം. അവനിനി ശബ്ദിക്കില്ല. അവന്റെ നാക്കിയാൻ ഇത് അടുക്കളയെ കൊണ്ടുവയ്ക്കേ, ഞാൻ ചോദിക്കുമ്പോ തന്നാ മതി. പിടികിട്ടി. അതൊരാത്മീയ ഗർഭമായിരുന്നു എന്ന് എനിക്ക് അപ്പോഴേ മനസ്സിലായിരുന്നു. അണ്ണനെ അപമാനത്തിന് രക്ഷിക്കാൻ ഒരു പരീക്ഷണത്തിന് ഇറങ്ങിയതാ ഞാൻ. ഓ, എന്നിട്ടും നീ കിടന്നുരുളുകയാണല്ലേ? ഒരു സന്യാസിക്ക് ഇത്രയും കള്ളത്തരം പാടില്ലടാ. സത്യം പറയടാ. അയ്യോ, എന്നാ ഞാൻ എല്ലാം പറയാം. വേണ്ട, നീ സമ്മതിച്ചാലും ചേട്ടൻ പിഴപ്പിച്ച പെണ്ണിനെ അനിയന്റെ തലയിൽ കെട്ടിവെച്ചെന്ന് ഈ നാട്ടുകാർ പറയൂ. അതുകൊണ്ട് ഈ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് നിന്നെ കൊണ്ട് ഞാൻ സത്യം പറയിപ്പിക്കടാ. തിരുമേനി അകത്തേക്ക് വന്നാട്ടെ. ചുട്ട കോഴിയെ പറത്തിയിട്ടുള്ള പാഴൂരില്ലാത്ത ബ്രഹ്മദത്തൻ നമ്പൂരിയുടെ മോനാത്രേ. അച്ഛനേക്കാൾ കേമനാന്നാ കേട്ടിട്ടുള്ളത്. മന്ത്രവും ജ്യോത്സ്യവും കലക്കി കുടിച്ച മഹാനാ. അങ്ങോര് പ്രവചിച്ചിട്ടുള്ള ഒന്നും തെറ്റിയിട്ടില്ല. അദ്ദേഹം എന്തെങ്കിലും ഏടാവൂടെ ഒപ്പിക്കുന്നതിന് മുമ്പ് നിനക്ക് നാക്ക് വളച്ചൊന്ന് സത്യം പറഞ്ഞൂടെ മോളെ? നോക്കിക്കോ, ഇമ്പച്ചിയുടെ പൊടി പോലും കാണത്തില്ല. ജമ്പുലിംഗം ആശാനെന്ന് കേട്ടാ മതി, നാട് നടങ്ങും. ഇമ്പച്ചി ഇപ്പൊ കിടങ്ങും. ആശാൻ എന്താ ഇവിടെ? നിന്നെ തടയാൻ ഈ വീടും പരിസരവും ഇപ്പോൾ എന്റെ സംരക്ഷണയിലാണ്. ആശാനെ, ഞാൻ ആശാന്റെ അനുസരണമുള്ള ശിഷ്യനാണ്. പക്ഷെ ആശാൻ ഇക്കാര്യത്തിൽ ഇടപെടരുത്. നെയ്യും പരിപ്പും ചോറും കൂട്ടിക്കുഴച്ച് 4 നേരം ഭക്ഷിക്കുന്ന ഈ ചെമ്പ് പറയുന്നു, നിനക്കെന്നെ തോൽപ്പിക്കാനാവില്ല. ഇത് വടക്കംവീരാതിന്റെ ഡയലോഗല്ലേ? തച്ചുളിയും പോലെ എന്ന് പറയുന്നത് എന്റെ അടുത്ത് കാര്യം. പുത്തരിക്കണ്ടത്തിന്റെ ചരിത്രം ഈ നാടകത്തിൽ ആവർത്തിക്കരുത്. എനിക്ക് ജനിക്കാതെ പോയ മകനാണ് നീ. എന്നെ തോൽപ്പിക്കാൻ നിനക്കാവില്ല. മടങ്ങിപ്പോ, അടുത്ത വണ്ടിക്ക് തന്നെ മടങ്ങിപ്പോ. ഇല്ല ആശാനെ, ആശാന് ദക്ഷിണ തന്ന അന്ന് മുതലുള്ള എന്റെ ഒരു ആഗ്രഹമാണ് എന്നെങ്കിലും ആശാനെ ഒന്ന് ഒതുക്കണമെന്ന്. അത് ഇന്ന് ഇപ്പോ ഇവിടെ വെച്ച് തന്നെ ആയിക്കോട്ടെ. ആശാൻ എന്നെ അനുഗ്രഹിക്കും.
കളരി പരമ്പര ദൈവങ്ങളാണ്, എനിക്ക് എന്റെ തടിയാണ് വലുത്. സാക്ഷാൽ ഉണ്ണിയാണെന്ന് പറഞ്ഞാൽ ഞാൻ നിൽക്കില്ല. എന്റെ അമ്മോ, അയ്യോ ഇതെവിടെ നീ പോസ്റ്റ് ഇങ്ങോട്ട് വരുമ്പോ ഇല്ലായിരുന്നല്ലോ. ബോക്സിംഗ് ബോക്സിംഗ് ഈയം പിണ്ണാക്കുഖണ്ഡം പഴവും ഉമിയുമത്തോൽ കരൽക്കട്ട രോമം കുപ്പായം രക്തകുംഭം കഴുകത് കരുവാൻ ഊവനും ചേരകല്ലും ക്ലീബൻ പാന്തൻ സമൂഹൻ യതിവടു പറയൻ കൂനൻ ആടും കുരങ്ങും കർപ്പാസം വെന്തനെല്ലം ഉടകലമിവയും നിന്യമേറ്റം നിമിത്തം. നാം ഈ ഗ്രഹത്തിലേക്ക് കാലെടുത്ത് വെച്ചപ്പോൾ എതിരെ കണ്ടത് ഒരു സന്യാസിയെയാണ്. ആ ദുശ്ശകുനം ഇപ്പോൾ പ്രശ്നത്തിൽ കണ്ടതിനെ ഉറപ്പിക്കുന്നു. ഈ കുടുംബത്തിൽ കളങ്കഹേതുവായി ഭവിച്ചിരിക്കുന്ന സംഗതിയുടെ ഉത്ഭവം ഈ വീട്ടിൽ നിന്ന് തന്നെയാണ്. തെളിച്ചു പറഞ്ഞാൽ ആ യുവതി ഗർഭം പേറിയത് ഈ ഗൃഹത്തിൽ വെച്ച് തന്നെ. കാരകോ ഭാവനാശസ്യ എന്നാണല്ലോ പ്രമാണം. കാരകൻ അതിൻ്റെതായ ഭാവത്തിൽ നിന്നാൽ ഭാവത്തിന് തന്നെ നാശം. ലളിതമായിട്ട് പറഞ്ഞാൽ തന്തക്കാലുമായിട്ടായിരിക്കും കുട്ടിയുടെ ജനനം. നവജാത ശിശു ഭൂമിയിൽ പിറക്കുന്നതും പിതൃമരണം ഉറപ്പ്. ഭയങ്കര വലിയ ഉപകാരമാണോ ഋഷികേശൻ നായരെ താൻ ചെയ്തത്? ഒരു നാടകം കളി കൊണ്ട് എനിക്കുണ്ടായ അപമാനത്തിൽ നിന്ന് കരകയറാൻ വേറൊരു നാടകം കളിച്ചേ പറ്റൂ. അതുകൊണ്ടാ തന്നെ ഈ വേഷം കെട്ടിച്ചത്. ഏയ് സാരമില്ല. ആ ഗർഭത്തിന്റെ അവകാശി എന്ത് ചെയ്യണം വക്കീലേ? കുട്ടിയുടെ ജനനം വരെ കാക്കണ്ടെന്നാ എന്റെ ഒപ്പീനിയൻ. ഒപ്പീനിയൻ എന്ന് പറഞ്ഞ അഭിപ്രായം. ആ അത് തന്നെയാണ് എന്റെ ഒപ്പീനിയൻ. എവിടെ എവിടെ ആ സാമദ്രോഹി? പോയി പിടിക്കാനേ. സാരഥി 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 ഇവിടെ ഒന്നും കാണുന്നില്ല. നിങ്ങളൊന്നും തരേണ്ട, ഞാൻ ഇവിടെ ഉണ്ട്. ആരും കേറി വരരുത്. ഒയ്യോ പിടിക്കണവനെ. ഇങ്ങോട്ട് കേറി വരരുതെന്നാ പറഞ്ഞത്. ഞാനിപ്പോ ചാടും. ഓക്കൃത്രം കാണിച്ചിട്ട് ഭീഷണിപ്പെടുത്തുന്നോളാം. നിന്നോട് മര്യാദയ്ക്ക് ഇവിടെ ഇറങ്ങി വരാനാ പറഞ്ഞു. അത് പള്ളിയിൽ പറഞ്ഞാ മതി. ഇറങ്ങി വന്നാൽ നിങ്ങൾ എല്ലാരും കൂടെ എന്നെ തല്ലിക്കൊല്ലൂലേ? അതിലും വേണം ചാടി ചാവുന്നതാ. ചാടരുത് സാരഥി. മനുഷ്യ ജീവിതം അങ്ങനെ പാഴാക്കി കളയാനുള്ളതല്ല. ഇവർ നിന്നെ തല്ലിക്കൊന്നാൽ എനിക്ക് വാദിക്കാനൊരു കൊലക്കേസെങ്കിലും കിട്ടും. അതുകൊണ്ട് നീ ധൈര്യമായിട്ട് ഇറങ്ങി വാ. ഇറങ്ങി വരാം. വന്നാ മുതൽ എനിക്ക് മാപ്പ് തരോ? തരില്ല. ഇല്ലേ? ഇല്ല, ഞാനിപ്പോ ചാടും. നാരായണ 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 നാരായണ. 10, 9, 8, 7. ഞാനിപ്പോ ചാടുവേ. 6, 5, 4, 3. അയ്യോ മുതലാളി, 0. ചേട്ടാ അഭിനയം കാണിക്കല്ലേ. ചേട്ടൻ ഇങ്ങോട്ട് ചാടി എന്തെങ്കിലും പറ്റിയ നമ്മുടെ കുഞ്ഞിന് പിന്നെ ആരുണ്ട്? നിന്റെ മേലെ ഞാൻ വീഴാതിരിക്കണമെങ്കിൽ നീ മാറിക്ക്. ഞാൻ ചാടട്ടെ. ഇത് ഞാൻ തീരുമാനിച്ചതാ. ഇതിന് മാറ്റമില്ല. ചേട്ടാ ചാടില്ലേ? ചാടും.
ചായക്കടക്കാരന്റെ മക്കൾക്കും ഒരു ചാൻസ് കൂടി തരാം. ഇനി ഒരു ചാൻസ് ഞാൻ തരില്ല. 1 2 3 4 5 6 അച്ഛൻ ഇങ്ങനെ അനങ്ങാതെ നിന്നാണ് എങ്ങനെ? ഞാൻ പിന്നെ അങ്ങോട്ട് അതുപോലെ ചെയ്യുന്നോ? നീ ഇറങ്ങി വാ സാരഥി, നിങ്ങളുടെ കല്യാണം ഞാൻ നടത്തി തരാം. ഉറപ്പാണോ? ഉറപ്പ്. ഇമ്പിച്ചിൽ നിന്ന് മുതലാളി ഞങ്ങളെ രക്ഷിക്കോ? രക്ഷിക്കാം. എങ്ങനെ വിശ്വസിക്കാം? മരിച്ചുപോയ എന്റെ ഭാര്യയെയും മരിക്കാത്ത എന്റെ ഈ 2 മക്കളെയും മരിച്ചുപോയ എന്റെ ഭാര്യയെയും മരിക്കാത്ത 2 മക്കളെയും സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ പറയുകയാണ്, നിങ്ങളുടെ കല്യാണം ഞാൻ നടത്തി തരാം. എന്നാ ഞാൻ വരാം. വേഗം വാ. ധൃതി വെക്കല്ലേ, കെട്ടെന്ന് അഴിക്കട്ടെ. കേട്ടോ? എന്ത് കെട്ട്? വീഴാതിരിക്കാൻ സേഫ്റ്റിക്ക് അരയിൽ ഒരു കെട്ട് ഞാൻ കെട്ടിയിട്ടുണ്ട്, അതൊന്ന് അഴിക്കട്ടെ. അയ്യോ, ഞാനെന്തേത്? ഞാനല്ല, അവനാ. ഓടിനൊരു ഗ്രിപ്പില്ലേ? മുതലാളി, മുതലാളി. എഴുന്നേൽക്കു മോനെ. നിന്റെ കല്യാണമല്ല, കഥ ഞാൻ കഴിക്കും. എന്റെ വീട്ടിൽ കയറി വന്ന് ഈ വൃത്തികേട് കാണിക്കാൻ നിനക്ക് അങ്ങനെ ധൈര്യം വന്നാ തെണ്ടി. എന്റെ ചേട്ടനെ ഒന്നും ചെയ്യല്ലേ. ഇവിടെ വെച്ച് തുടങ്ങിയതല്ല, കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട് ഞങ്ങൾ അടുപ്പത്തില്ല. അതെ മുതലാളി, ഇവളുടെ ആങ്ങൾ ഇമ്പിച്ചേ ഭയന്ന് ഞങ്ങൾ ഇത് ആരോടും പറയാതെ ഒളിച്ചു വെച്ചതാ. അപ്പോഴാണ് മുതലാളിക്ക് ഒരു അമ്മായി അമ്മയെ വാടകയ്ക്ക് വേണമെന്ന് വക്കീൽ എന്നോട് പറഞ്ഞത്. പാർവതി അവളുടെ വീട്ടിൽ നിന്ന് മാറ്റി നിർത്താനും ഞങ്ങൾക്ക് ദിവസവും തമ്മിൽ കാണാനും ഒരു അവസരമായല്ലോ എന്ന് ഞാൻ കരുതി. എടാ ബുദ്ധിമാനെ, നീ എന്നെ പോലെ ഒരു ബലിയാടാക്കി കളഞ്ഞല്ലോടാ. പിന്നെ എല്ലാവരെയും വിറപ്പിക്കണ മുതലാളി ഒന്ന് വിറച്ച് കാണാലോ എന്ന് ഞാനും ആഗ്രഹിച്ചു. അത് വാസ്തവം. ഏത് തൊഴിലാളിക്കും അവന്റെ മുതലാളിയോട് അങ്ങനെ ഒരു വികാരം തോന്നും. അത് ലോക തത്വമാ. തെറ്റാണ് ചെയ്തതെങ്കിലും എനിക്ക് മുതലാളിയോടൊരു അപേക്ഷയുണ്ട്. ഇനിയെങ്കിലും മക്കളെയും മരുമക്കളെയും ശത്രുക്കളായിട്ട് കാണരുത്. തന്നുടെ മകനും തന്നോളം വളർന്നാൽ താനെന്ന് വിളിക്കണം. എൻഡിആറെ, നിങ്ങൾ ഒരിക്കലെങ്കിലും ഇവരുടെ വളർച്ച അംഗീകരിച്ചിട്ടുണ്ടോ? ഇല്ല, ഞാൻ സ്വീകരിച്ച മാർഗം ശരിയായില്ല. എന്റെ ചിറകിന്റെ കീഴിൽ ഒതുക്കി നിർത്തിയിരുന്നുകൊണ്ടാ നിങ്ങൾക്ക് ഇതുവരെ ഒന്നും ആകാൻ പറ്റാഞ്ഞത്. നിങ്ങൾ പറക്കണം, പലതും കീഴടക്കണം. അതാണ് അച്ഛന്റെ സന്തോഷം. അച്ഛനെ ഞങ്ങൾ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. അച്ഛൻ ഞങ്ങളോട് ക്ഷമിക്കണം. ഏതായാലും സംഭവിക്കാനുള്ളത് സംഭവിക്കുകയും കലങ്ങി തെളിയുകയും ചെയ്തു. ഇനി ഇവരുടെ കാര്യത്തിൽ തീരുമാനം എടുക്കരുതോ? കല്യാണം നടത്തി കൊടുക്കാമെന്ന് മുതലാളി സമ്മതിച്ചതാ. അതിനെന്താ വിഷമം? അടുത്ത നല്ലൊരു മുഹൂർത്തത്തിൽ ഇവരുടെ കല്യാണം നടക്കും. ഈ അവതാരത്തിന് ജന്മം നൽകിയ ഇവന്റെ അമ്മയെയും ഇവനെയും ഒതുക്കുവാൻ ഓളങ്ങോട് വന്നേ. ജഗദീശ്വരൻ നിനക്ക് ശക്തി തരട്ടെ. മംഗളം ഭവന്തു. ആ, നിന്റെ കാര്യം ഞാൻ ഇപ്പഴാ ഓർത്തു. മോങ്ങോട് വന്നേ. ഈ താടി മുടിയൊക്കെ ഒന്ന് വടിച്ച് ക്ലീൻ ആക്കിയിട്ട് നാളെ രാവിലെ നീ നമ്മുടെ ഹോട്ടലിലേക്ക് ഒന്ന് വാ. എന്തിനാ? നിന്നെ കാത്ത് കഴിഞ്ഞ 1.5 വർഷമായി അവിടെ ഒരാളിരിപ്പുണ്ട്. ആരാ? പെണ്ണാണോ? അല്ല, വലിയൊരു ആട്ടുകല്ല്. എന്തിനാ? ആട്ടാൻ. എങ്ങനെ ആട്ടുന്നത്? ഹരിദ്വാരത്തിലേക്ക് പോകും.